ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മൂവിയിലും ഞാൻ ഏത് ക്യാരക്ടറും ചെയ്യും, രസമായിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പടത്തിൽ എല്ലാ പടത്തിലും ധ്യാനിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ധ്യാൻ ഭയങ്കര പാവമാണ്, ജാടയൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള കൗണ്ടർ കേട്ടെ. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ധ്യാന് നമ്മളോട് നോ അങ്ങനെ പറയാറില്ല. ധ്യാന് സമയമില്ല, ഡേറ്റ് ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കി ധ്യാൻ വരും. അപ്പൊ അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ പരിഗണിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളെയാണ് നമ്മള് ഇത് ചെയ്യുന്നത്. അപ്പം ധ്യാൻ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പടത്തിലും എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് റീസൺ. ഞങ്ങൾക്ക് ധ്യാനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ധ്യാന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഭയങ്കര പാവം, നല്ലൊരു മനുഷ്യൻ. എനിക്ക് വയ്യ. ഞാൻ പറയും, ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞത് എന്നെ വേണ്ട രീതിയിലേക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ധ്യാനില്ലാതെ ഞങ്ങൾക്കൊരാഘോഷമില്ല. അപ്പൊ അത് സിനിമയിൽ ധ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കും, ഞങ്ങളുടെ എല്ലാ പടത്തിലും ധ്യാൻ വേണം എന്ന് ആഗ്രഹിക്കും. അപ്പം ഇപ്പൊ ധ്യാൻ ചെയ്യേണ്ട ക്യാരക്ടർ വേറൊരാൾ ചെയ്താൽ അവിടെ ഒരു മഹത്വം വരുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. അപ്പം അതിനെ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്നു. സിനിമ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അല്ലാതെ നിങ്ങൾ വിചാരിക്കല്ലേ ഇത് കറക്റ്റ് കാസ്റ്റിംഗ് ആണ്, ഇന്നയാളെ കറക്റ്റ് കൊണ്ടുവന്നിട്ട്, ഇങ്ങനൊന്നും അല്ല. എല്ലാ സിനിമയിലും ഒരു ബന്ധങ്ങളുണ്ടാവും. നിങ്ങളുടെ സിനിമ പ്രൊഡക്ഷൻ അബാം എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ വരുന്ന ഓരോ മൂവീസിന്റെ ഇതിനകത്തും ഈ ഒരു കാസ്റ്റിംഗ് ഇതിലേക്ക് വരുമ്പോൾ എബ്രഹാം ആണോ ഇതിനകത്തൊരു ഫൈനൽ ഇത് പറയാ, അതോ ഷീലുവിന്റെ ആണോ ഇതിനകത്തൊരു? അല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്നിട്ടല്ലല്ലോ ഒരിക്കലും ഒരു സിനിമ കാസ്റ്റ് ചെയ്യുന്നത്. അല്ല, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കും. അതില് മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ ബിസിനസ് നോക്കും, അതിനകത്ത് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും, നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞാല് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ തിരിച്ചും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം അവിടെ. അങ്ങനെയുള്ള ആളെ മാത്രമേ വെക്കുള്ളൂ. അതല്ലാത്തവരെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകത്തു പോലും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരു മോശമായിട്ട് ഏതെങ്കിലും ഒരു അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ ഒരു കോള് ചെയ്ത് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തയിലേക്ക് പോവാണ്. പിന്നെ ഇപ്പൊ നമ്മൾ 3 സിനിമ ചെയ്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം ആ ഒരു ബന്ധമുണ്ട് അതിനകത്ത്. ഇപ്പൊ ഈ 3 സിനിമയിലുള്ള അഭിനയിച്ചിരിക്കുന്നവരെല്ലാമായിട്ട് നമ്മൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അന്ന് തൊട്ട് ഇന്നും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ കോക്കസിലെ ഗ്രൂപ്പിസം എന്നൊക്കെ പറയുന്നത് ആരും ഉണ്ടാക്കുന്ന ഒന്നുമല്ല, ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു ഇത് സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി എന്നാൽ നമ്മൾ ഇന്നൊരു കോക്കസ് അങ്ങ് ഉണ്ടാക്കി അങ്ങനെയല്ല. ആ കോക്കസിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവര് ചെയ്യുന്ന സിനിമയിൽ അവരൊക്കെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കൂടുതൽ അബാമിന്റെ സിനിമയിൽ മാത്രമേ ഉള്ളൂ, പുറത്തുള്ള സിനിമകളിൽ ഞാനില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ അതൊക്കെ തന്നെയാണ്. കാരണം എന്നെ അവർക്ക് വെക്കേണ്ട കാര്യമില്ല. അവർക്ക് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അവർക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്ന, അല്ലെ അവർക്ക് നല്ലതെന്ന് തോന്നുന്ന, ജനങ്ങൾക്ക് നല്ലതെന്ന് ഞാൻ പറയില്ല, അവർക്ക് നല്ലതെന്ന് തോന്നുന്നവരെയായിരിക്കും അവർ കാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലരെ വെക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അല്ല വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? എനിക്ക് നല്ലതെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ പൈസ മുടക്കി ആളെ വെക്കുന്ന, എന്തിനാണ്? അന്ന് എനിക്ക് താല്പര്യമുള്ള ഒരാളെ വെക്കാം. ഇത് മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ ഞാൻ എല്ലാ മെയിൻ ക്യാരക്ടറിന്റെ കാര്യമല്ല പറയുന്നത്, ഓരോ ക്യാരക്ടേഴ്സിലും. അപ്പൊ ഇതെല്ലാം അങ്ങനെയാണ്, ജീവിതം അങ്ങനെയല്ലേ സംഭവിക്കണേ. ഇപ്പം സിനിമ അങ്ങനെയൊക്കെ തന്നെയാണ്. ശരി. ഇതിപ്പോ അല്ല എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, സിനിമയിലെല്ലാം ഭയങ്കര പ്രൊഫഷണലിസം ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നുണയാവും. എനിക്ക് ഇവിടെ ഇരുന്ന് നുണ പറയാൻ താല്പര്യമില്ല. വളരെ സത്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയാറില്ല. പക്ഷെ ഇതൊന്നും വലിയ അപ്രിയ സത്യമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത് ഈ പറയുന്ന പോലെ നിങ്ങൾ കോൾ എടുത്ത് അപ്രോച്ചബിൾ ആണ് എന്ന് തോന്നി, ഇപ്പൊ ഒരുപാട് സിനിമ അബാം ചെയ്തിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരാളായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ഇനി നമുക്ക് ഇദ്ദേഹത്തിനെ നമ്മുടെ സിനിമയിലേക്ക് വിളിക്കണ്ട, അങ്ങനെയും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവട്ടെ? അത് നടന്മാരുടെ കേസിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. കാരണം എല്ലാ നടന്മാരും ഭയങ്കര എന്താ പറയുക നല്ലവരാണ്. പിന്നെ അവരുടെ ലെവല് മാറുന്നതിനനുസരിച്ച് ഞാനിപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഒരു ആളെ നമ്മൾ അഭിനയിപ്പിച്ച് ആ സിനിമ ഹിറ്റായി, അല്ലെ അവർ ചെയ്ത മറ്റൊരു പണം ഹിറ്റായി കഴിയുമ്പോൾ അവരുടെ ലെവല് മാറും. ഹ്യൂമൻ ടെൻഡൻസിയാണത്. നമ്മളപ്പോൾ കുറച്ചൊന്ന് മുകളിലേക്ക് പോകും. അപ്പൊ അവര് ശമ്പളം കൂട്ടും, അപ്രോച്ചബിൾ അല്ലാതായി മാറും, ഫോൺ എടുക്കാതാവും. ഇതെല്ലാം ഹ്യൂമൻ ടെൻഡൻസിയാണ്. അത് മാറാതെ അന്ന് തൊട്ട് ഇന്ന് വരെ ആരും നിൽക്കുന്നില്ല. എല്ലാവരും മാറും. മാറിയാലാണ് അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം അങ്ങനെ ആവുന്നവരെ നമ്മളപ്പോൾ പിന്നെ നമ്മൾ അവരെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ പൈസ കൂടും. പൈസ കൂടി ഭയങ്കര പൈസയിൽ നമുക്ക് റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് നമുക്കൊരു സിനിമ ചെയ്താൽ നമ്മൾ
അവസാനം കുത്തുവാള എടുത്തു പോകും. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറില്ല. പക്ഷെ ഡയറക്ടേഴ്സ് വന്നിട്ട് ചിലരുടെ പടങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തു കഴിഞ്ഞ് പിന്നെ നമുക്കത് അവരുമായിട്ട് മാച്ച് ആവാണ്ട് വരാറുണ്ട്. പിന്നെ നമ്മളപ്പോൾ ആ ഡയറക്ടറുടെ പടം നമ്മൾ പിന്നെ വരുമ്പം അത് ഡയറക്ടർ നല്ലതായിട്ടല്ല, നല്ലതാവാഞ്ഞിട്ടല്ല, നമുക്ക് മാച്ച് ആവുന്നില്ല അവരുടെ ആ ഒരു രീതികൾ. ഓക്കെ. ഇനി സിനിമയില് നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒന്ന് രണ്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, 3 അല്ലേ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജയറാമേട്ടന്റെ കൂടെ ഒരു സിനിമയിലുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര, ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം ആദ്യം മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയാണ്. അന്ന് എൻ്റെ 3ാമത്തെ സിനിമയായിരുന്നു, തുടക്കമാണ്. ഭയങ്കര പേടിയായിരുന്നു അന്ന് എനിക്ക്. മമ്മൂക്ക ഇങ്ങനെ ഒരു രാജാവിനെ പോലെ വരുന്നത്, സെറ്റിലേക്ക് വരുന്നു. അപ്പം ഭയങ്കര സുന്ദരനാണല്ലോ. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് അല്ലാതെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പേഴ്സണലി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയെ കാണുമ്പോഴത്തേനും എല്ലാവരും സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ് സിറ്റ്, ഇതായിരുന്നു പരിപാടി. അത് മമ്മൂക്ക കയറി മുറിയിലേക്ക് പോവും, ഒരു 10 പ്രാവശ്യം ഇറങ്ങി വരുമല്ലോ അദ്ദേഹം. ആ 10 പ്രാവശ്യം ഇറങ്ങുമ്പോഴും അവിടെ ഇരിക്കണവർ എഴുന്നേക്കും ഇരിക്കും. അപ്പൊ ഞാനും അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു 5 പ്രാവശ്യം എഴുന്നേറ്റു. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി എഴുന്നേക്കുന്നില്ല, ഇരുന്നു. ഞാൻ അവിടെ ഇരുന്ന്. ഇതാണ് സംഭവം ശരിക്കും. അപ്പം ഇതെല്ലാം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കേനെ അടുത്ത് അറിയാത്തതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. മമ്മൂക്ക ആരോടും എഴുന്നേറ്റിരിക്കാനൊന്നും പറയാറില്ല. പബ്ലിക്ക് തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞ, ഓരോ മനുഷ്യരെ കാണുമ്പം ഓരോരുത്തർക്ക് തോന്നുന്ന ഒരു വൈബാണത്, തന്നെ അങ്ങ് എഴുന്നേക്കുവാണ്. പക്ഷെ മമ്മൂക്ക അവിടെ എഴുന്നേറ്റില്ലെങ്കിലും മമ്മൂക്ക ആരോടും ഒന്നും പറയുകയില്ല, എഴുന്നേക്കണം എന്നും പറയാറില്ല. മമ്മൂക്ക പക്ഷെ ഇനി എഴുന്നേക്കണ്ടെന്നും പറഞ്ഞില്ല കേട്ടോ, മമ്മൂക്ക ശ്രദ്ധിക്കണില്ല. കുറെ പേര് ഇരിക്കണു എഴുന്നേക്കുന്നു. അങ്ങനെ. അപ്പം മമ്മൂക്കയൊക്കെ സത്യത്തിൽ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒരിക്കലും ഒരു നടൻ്റെതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ ഉള്ളതാണ്. അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ. പക്ഷെ അദ്ദേഹം ഭയങ്കര സിമ്പിളാണ്. എനിക്ക് എൻ്റെ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഞാൻ വിളിച്ചത് മമ്മൂക്കേനെ. മമ്മൂക്കയോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ മോന്. നിരവധി ചിത്രങ്ങളിലെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ താരമാണ് നടി ഷീലു എബ്രഹാം. ഒരു നടി എന്നതിലുപരി ഒരു നിർമ്മാതാവ് കൂടിയാണ്, ഒരു ബിസിനസ്സുകാരി കൂടിയൊക്കെയാണ് ഷീലു. പലപ്പോഴും തന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നയാളാണ് നടി ഷീലു. ഇന്ന് ബിസിനസ് രംഗത്തേക്കും ഷീലു കടന്നു വന്നിരിക്കുന്നു. ബിസിനസ്സുകാരനായ ഭർത്താവിന്റെ വലിയ പിന്തുണ ഷീലുവിനുണ്ട്. ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ഷീലു വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഭർത്താവിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഷീലു പങ്കുവച്ചു. ഞാനൊരു ബിസിനസ്സുകാരിയായി വരുന്നതേ ഉള്ളൂ. ഭർത്താവ് ബിസിനസ് ചെയ്യുന്നത് കണ്ടുള്ള പരിചയമുണ്ട്. പുള്ളി അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുകാരനാണ്. മറ്റാരിലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ കെയർഫുൾ ആണ് അദ്ദേഹം. 50 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ 40 ലക്ഷം സൈഡിൽ വെച്ച് ബാക്കി 10 ലക്ഷമേ പുള്ളി ഉപയോഗിക്കൂ. ബേസ് സ്ട്രോങ് ആക്കി വെക്കും. ഞങ്ങൾ ഇത്രയും സിനിമകൾ ചെയ്തു. അവസാനം ചെയ്ത 2 സിനിമകളും ഫ്ലോപ്പാണ്. ആ 2 സിനിമകളിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 12.5 കോടി രൂപയാണ്. പക്ഷേ അത് ഞങ്ങളുടെ ബിസിനസ്സിനെയോ ഫാമിലിയെയോ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ ബാധിച്ചിട്ടില്ല. ഒരു സൈഡിൽ പുള്ളി ഉണ്ടാക്കി വെച്ച സ്ട്രോങ് ആയ ബേസ് ആണത്. പക്ഷേ 12.5 കോടി പോയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ ആ ബേസിൽ തൊട്ടുള്ള പൈസയല്ല ഉപയോഗിക്കുന്നത്. ആരോടും കടമേടിച്ചല്ല ഒന്നും ചെയ്യുന്നത്. അത് പുള്ളിക്കാരന്റെ സ്ട്രാറ്റജിയാണ്. ഒരിക്കലും ഒരിടത്തു നിന്നും 5 പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. 15 സിനിമകൾ ചെയ്തതിൽ 13ലും വലിയ നഷ്ടമില്ല. പക്ഷേ സിനിമയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സിനിമയിൽ നിന്ന് സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ചാൽ 500 പ്രൊഡ്യൂസേഴ്സിൽ 10 പേർക്കൊക്കെ അത് ഉണ്ടായിട്ടുള്ളൂ. കൊറോണ സമയത്ത് ഞങ്ങളുടെ 6 ഹോട്ടലുകൾ പൂട്ടേണ്ടി വന്നു. ബോംബെയിലുള്ള ബിസിനസ് പൂർണ്ണമായും നിർത്തി. ആകെ ഉണ്ടായിരുന്ന വരുമാനം ബിൽഡിങ്ങുകളിൽ നിന്നുള്ള വാടകകളായിരുന്നു. വാടകയ്ക്കെടുത്ത കമ്പനികൾ വീണപ്പോൾ വാടക പോലും കിട്ടാതായി. അപ്പോഴും ഞങ്ങളുടെ 450 സ്റ്റാഫുകൾക്കും കൃത്യമായി ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത്ര ശതമാനം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ഭർത്താവ് ഉണ്ടാക്കി വെച്ച ബേസ് ആണ് അന്നും ഞങ്ങളെ നിലനിർത്തിയത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ച് ഞങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഷീലു എബ്രഹാം പറയുന്നുണ്ട്. ഷീലു അഭിനയിച്ച മിക്ക സിനിമകളുടെ നിർമ്മാതാവ് ഷീലുവിന്റെ ഭർത്താവാണ്. ഇതിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ ട്രോളുകളും ഷീലുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 15 സിനിമകളാണ് ഇരുവരും ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയിൽ എനിക്ക് ആരെയും കണ്ടു പഠിക്കാനില്ല. ഒരു മനുഷ്യന്റെ സൗന്ദര്യമല്ല പ്രധാനമെന്ന് ഷീലു പറയുന്നു. അവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യും. റിയാക്ഷൻസ് ആണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടവും വെറുപ്പും തോന്നാം. അല്ലാതെ അവർ സ്ക്രീനിൽ അഭിനയിച്ച് മറിയുന്നത് കണ്ടിട്ടോ അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ അവരുപയോഗിക്കുന്ന ആഭരണം കണ്ടിട്ടോ അല്ല ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും മനുഷ്യരാണ്. ഒരാളെ കണ്ടുപഠിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുക KR നാരായണനെയാണ്.
സിനിമയിലുള്ള ആരെയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവരെല്ലാം മനുഷ്യന്മാരാണ്. ഗ്ലാമർ ലോകത്തിലുള്ള അവർ ഗ്ലാമർ രീതിയിൽ പെരുമാറുന്നു. ആരെയും പുകഴ്ത്തി പറയാനും ഇകഴ്ത്തി പറയാനും ഞാനില്ല. അവരും മനുഷ്യരാണ്. സിനിമയിൽ എന്നെ കുറിച്ച് മോശമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സാരി ബിസിനസ്സിൽ നല്ലത് പറയുന്നു. ഇന്ന് നല്ലത് പറഞ്ഞവർ നാളെ ചീത്ത പറയും. ഒന്നും ശാശ്വതമല്ല. അത് സുഹൃത്തുക്കളായാലും ബന്ധങ്ങളായാലും സിനിമയായാലും എന്നാണ് ഷീലു പറയുന്നത്. ഞാൻ നിർമ്മാതാവാണെന്നറിയാതെ എന്നെ സിനിമയിൽ കണ്ടിഷ്ടപ്പെട്ട ജനങ്ങളുണ്ട്. പക്ഷേ സിനിമാ രംഗത്ത് ജനങ്ങളില്ല. അവിടെ സിനിമ മേക്കേഴ്സിന്റെയാണ്. ആരെ നടിയാക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച പടം വലിയ ഹിറ്റായാൽ എന്നെ ആവശ്യമായി വരും. അല്ലെങ്കിൽ മേക്കേഴ്സിന് എന്നെ ആവശ്യമില്ലല്ലോ. ഞാൻ അവർക്ക് പ്രിവിലേജ് ഉള്ള നടിയാണ്. നല്ല നടിയെന്ന് പേര് വേണമെങ്കിൽ ഞാൻ പുറത്തു നിന്ന് വരുന്ന അവസരങ്ങൾ വേണം. ഹിറ്റാകുന്ന സിനിമകളുടെ ഭാഗമാകാൻ പറ്റണം. അതിന് വിളിക്കുന്നത് മേക്കേഴ്സ് ആണ്. ഹിറ്റ് സിനിമ മാത്രം പോരാ, നമ്മളൊരു നടി മാത്രമായിരിക്കണം. അപ്പോഴേ അവർ സ്പേസ് തരൂ എന്നും താരം പറയുന്നു.